പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ആദ്യ വെള്ളിയാഴ്ച അട്ടപ്പാടിയിൽ വട്ടാൽസിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. ശരിക്ക് അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ പ്രിയ സഹോദരങ്ങളെ, കുറേ കാലമായിട്ടൊന്നും പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തെന്നില്ലാത്ത ഒരു ആനന്ദവും ഒരു അച്ഛനെ കാണുമ്പോൾ എനിക്കൊരു ഒരു കാര്യം മനസ്സിലാവണത്, പ്രശ്നങ്ങളൊക്കെ ശരിക്കും പ്രശ്നങ്ങളുടെ ബാഹുല്യം പലയിടങ്ങളിൽ നിന്ന് ശരിക്കും ഒരു കുത്തിയിട്ടും പ്രശ്നങ്ങളല്ല ഒരു മനുഷ്യൻ്റെ ആനന്ദത്തെ കെടുത്തുന്നത് എന്ന ഒരു ബോധ്യം എനിക്ക് വട്ടായച്ചനെ കാണുമ്പോൾ എപ്പോഴും ഉണ്ടാവും. കാരണം അച്ഛനെ കിട്ടുന്ന സഹനങ്ങളുടെ ഒക്കെ വലുപ്പം ഞാൻ ദൈവമേ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ സഹനങ്ങളെല്ലാം ഓരോന്നായിട്ട് അച്ഛൻ ദൈവകാരുണ്യ സന്നിധിയിൽ അവിടെ പോകുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണ്. അച്ഛൻ ശുശ്രൂഷ കഴിഞ്ഞ് പുറകിലെ പരിശുദ്ധ കുർബാന എന്ന് വിളിച്ച കുഞ്ഞൊരു ചാപ്പലുണ്ട്. ഈശോയെ സമർപ്പിക്കുന്നു. ഓരോ വേദനകളെയും എങ്ങനെ സമർപ്പിച്ചു. പിന്നെ എങ്ങനെ യേശു ശരിക്കും കൊണ്ട് നടക്കുന്ന ഒരു അനുഭവമാണ് ഓരോ തവണയും അച്ഛനെ കാണുമ്പോൾ അച്ഛൻ്റെ കൂട്ടായ്മയിൽ കിട്ടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ വിഷമങ്ങളല്ല, നമ്മുടെ ദുഃഖങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും അല്ല നമ്മുടെ ആനന്ദത്തെ കെടുത്തുന്നത്. നമ്മുടെ ആനന്ദത്തെ കെടുത്തുന്നത് ദൈവം നൽകിയ അഭിഷേകത്തെ ജ്വലിപ്പിക്കാത്തതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് നമ്മളിനി ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 1:8. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അടുക്കിലേക്ക് ഒരു 10-24-25 വയസ്സുള്ളൊരു യുവാവ് വന്നു. അപ്പോൾ അവൻ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പോൺ മൂവീസിനൊക്കെ അതുപോലെ അഡിക്റ്റായിരുന്നു. ബ്ലൂ ഫിലിം, പോൺ മൂവീസ്, തെറ്റായ റിലേഷൻഷിപ്പ് എല്ലാം. ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ അവൻ പുതിയ ബ്രേക്ക് ചെയ്ത് വേറെ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ മാറി അങ്ങനെ അവൻ ശരിക്കും ഒരു റിട്രീറ്റൊക്കെ കൂടി ഒരു നല്ല ആഗ്രഹമാണ് വിശ്വസിക്കുക. അങ്ങനെയാണ് അവൻ എന്നെ കാണാൻ വന്നത്. അച്ഛൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റും തോന്നുന്നില്ല അച്ഛൻ. ഞാൻ ശരിക്കും ഒരു 2-3 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഏതെങ്കിലും ഒരു രീതിയിൽ പാപത്തിൽ വീണ് പോകാറുണ്ട്. പ്രത്യേകിച്ച് ലൈംഗിക വൈകൃതം എന്നെ എന്തെന്നില്ലാത്ത വിധത്തിൽ എന്നെ മാട്ടി വിളിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചാൽ പോലും എനിക്ക് പറ്റാത്ത രീതിയിൽ എൻ്റെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്, ബോയ്സ് ഫ്രണ്ട്സ് ഉണ്ട്. ഇത് രണ്ടും അല്ലെങ്കിൽ എൻ്റെ മോശമായത് കണ്ട് കംപ്ലീറ്റ് എൻ്റെ തലയിൽ കിടക്കുകയാണ് അച്ഛാ. എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുമോ അച്ഛാ? പറ്റുമോ? ഞങ്ങൾ ബൈബിൾ തുറന്ന് കിട്ടിയ വചനമാണ്. അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. അതായത് ദൈവമക്കളെ, ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചിന്ത, അത് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഒരു ചിന്ത നമുക്ക് നൽകും. അതുപോലെ തന്നെ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്ത നൽകാൻ പറ്റും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചിന്ത നൽകുമ്പോൾ അതിൽ തന്നെ അനുഗ്രഹമാകുന്നില്ല. പിശാച് ഒരു പാപചിന്ത നൽകുമ്പോൾ അതിൽ തന്നെ ഒരു ശാപവും പാപവുമാകുന്നില്ല. പിന്നെന്താണ്? ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സച്ചിന്തയെ ഞാൻ സ്വീകരിച്ച് അതിനോട് ക്രിയാത്മകമായി പ്രവർത്തിക്കുമ്പോഴാണ്, മറുപടി നൽകുമ്പോഴാണ് ആ ചിന്ത എന്നിൽ അഭിഷേകമായി തീരുന്നത്. ഇതുപോലെ തന്നെയാണ് ഒരു പാപചിന്ത വരുന്നു എന്നതിൻ്റെ പേരിൽ അത് പാപമല്ല. ഈ പാപചിന്ത ഞാൻ സ്വീകരിച്ച് എൻ്റെതായ ഒരു സ്വാതന്ത്ര്യം കൊടുത്ത് ഞാൻ അതിനെ അടിപ്പെടുമ്പോഴാണ്, ആ പാപചിന്തയെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ്, എന്നിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് അത് പൈശാചിക അടിമത്തമായി തീരുന്നത്. ഞാൻ അവനോട് പറഞ്ഞു, എടാ ഈ വചനം നീ വായിക്കും. അച്ഛൻ ഈ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ വചനം ഒന്നുകൂടി വായിക്കാൻ പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. കണ്ടോ, കർത്താവ് നിന്നെ പരിപാലിക്കും. ഭയങ്കരമായൊരു ആനന്ദത്തോടെ പ്രിയ സഹോദരങ്ങളെ അവൻ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പെട്ടെന്നൊരു പാപചിന്ത വരുന്നതെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കരുത്. അതിന് നമ്മൾ മനസ്സിൽ താലോലിക്കുമ്പോഴാണ് അത് പാപമാകുന്നത്. ഇറ്റ്സ് സിൻഫുൾ. അല്ലാത്തിടത്തോളം കാലം നമ്മളങ്ങനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ദൈവകൃപയാൽ റെസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ആ കൃപയ്ക്ക് വേണ്ടിയിട്ടാണ്, റെസിസ്റ്റൻസിൻ്റെ ആ ഒരു പവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും ഓരോ ദിവസവും പ്രഭാതത്തിൽ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും പാപ സാഹചര്യങ്ങളിലേക്ക് പോകരുത്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഇത്ര കൃപ ചിലപ്പോൾ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് പാപചിന്ത വരുമ്പോൾ നമ്മൾ ഈശോയെ എന്ന് പറഞ്ഞ് നമ്മളതിനെ അതിജീവിക്കണം. നമ്മളതിനെ പെർമിഷൻ കൊടുക്കരുത്. അതായത് നമ്മളൊരു ചെറുതായിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിൽ ആസ്വദിക്കാൻ തുടങ്ങുന്ന നിമിഷം തന്നെ നമ്മൾ വീണു പോകും. അപ്പോൾ അതുണ്ടാകരുത്. പക്ഷെ നമ്മളതിനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രിയ സഹോദരങ്ങൾ, അതിനെ നമ്മൾ പെർമിഷൻ കൊടുക്കാത്തിടത്തോളം കാലം അതിനെ നിങ്ങൾ നശിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ആത്മാവിനെ തൊടാൻ പറ്റില്ല. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയാ. സോയേ ഈ ഒരു അഭിഷേകം കർത്താവേ ഇത് കാണുന്ന ഓരോ മക്കളിലും കത്തിപ്പടരട്ടെ യേശുനാമത്തിൽ. എപ്പോഴും എന്നേക്കും